മാമാട്ടിയെ തേടി അവകാശികളാരും വരാത്തതുകൊണ്ട് മാമാട്ടിയെ തന്റെ ഒപ്പം കൊണ്ടുപോകാൻ സാന്ദ്ര തീരുമാനിക്കുന്നു. സാന്ദ്രയുടെ ഈ തീരുമാനത്തെ അമ്മ വസുന്ധര എതിർക്കുന്നു. അനുജത്തി ആർദ്രയും ആശുപത്രിയിലെത്തി തന്റെ എതിർപ്പ് അറിയിക്കുന്നു. വ്യവസായ പ്രമുഖനായ സുരേഷ് മേനോൻ സാന്ദ്ര തന്റെ മകളാണെന്ന സത്യം തുറന്നു പറയാനാവാതെ വിഷമിക്കുന്നു. ഇതിനിടയിൽ ആശുപത്രിയിൽ ചില അജ്ഞാതരെത്തി മാമാട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നു. ഇത് സാന്ദ്രയും മാമാട്ടിയും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാൻ കാരണമാകുന്നു. തുടർന്ന് കാണുക. ചേച്ചി, ചേച്ചി, എന്താ കാര്യം? ചേച്ചി, ചേച്ചി ഒറ്റ ഒരുത്തിയ സാന്ദ്രയ്ക്ക് എല്ലാ കാര്യത്തിനും വളം വെച്ച് കൊടുക്കുന്നത്. അവളെ നിലയ്ക്ക് നിർത്താൻ ചേച്ചി വിചാരിച്ച സാധിക്കില്ലെന്നാണോ? എന്താ നീ പറയുന്നേ? മകളായ വാത്സല്യം കൊടുക്കണം, സ്നേഹിക്കണം. പക്ഷേ അതൊക്കെ അമിതമായാലാണ് പെൺകുട്ടികൾ കൈവിട്ടു പോകുന്നത്. നീ ഒന്ന് മനസ്സിലാവുന്ന ഭാഷയെ പറയേ. എന്താ കാര്യം? എന്താ കാര്യമെന്നോ? കാറ് തട്ടിയെന്നും പറഞ്ഞ് എങ്ങാണ്ടുള്ള ഏതോ ഒരു കൊച്ചിനെ കൂടെ കൊണ്ട് നടക്കില്ലേ അവള്? അമ്മയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ചേച്ചിയുടെ ഈ രീതി ഒട്ടും ശരിയല്ലാന്ന്. അതിനിപ്പോ എന്താ സംഭവിച്ചത്? ആ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നിരിക്കുന്നു. മെഡിക്കൽ റപ്പന്മാരുടെ വേഷം കെട്ടി വന്ന രണ്ടുപേരെ ആ കൊച്ചിനെ പൊക്കിക്കൊണ്ടുപോയി. എങ്ങോട്ട് കൊണ്ടുപോയി? ആശുപത്രിയുടെ മുന്നിൽ വെച്ച് ആൾക്കാർ പിടികൂടി കൈകാര്യം ചെയ്തപ്പോഴേ കൊച്ചിനെ വിട്ട് അവന്മാരങ്ങ് മുങ്ങി. ഇപ്പൊ അവളെ കൊച്ചുമായിട്ട് പൂർവാധികം ശക്തിയിൽ ഒട്ടിച്ചേർന്നിരിക്കുക. ഓഹ്, അവരങ്ങ് കൊണ്ടുപോയിരുന്നെങ്കിൽ ചേച്ചിക്ക് അതിന്നൊരു മോചനമായനെ. അവള് ചെയ്തത് അത്ര മോശം കാര്യമൊന്നും അല്ലല്ലോ. മോശമെന്നല്ല, കൂടുതൽ കുഴപ്പത്തിലേക്ക് അവള് പോകുന്നത്. പത്രത്തിൽ കൂടിയും ടി വിയിൽ കൂടിയും ലോകം മുഴുവൻ വാർത്ത വിളംബരം ചെയ്തിട്ടും ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാത്ത ആ കൊച്ചിനെ രണ്ടുപേര് തട്ടിക്കൊണ്ടുപോകാൻ വന്നെന്ന് പറഞ്ഞാലേ എന്താ മനസ്സിലാക്കേണ്ടത്? അതിന്റെ പിന്നിൽ ഒരു മാഫിയയുടെ കളിയുണ്ട്. ദൈവമേ, അവൾ ഒഫീഷ്യലായി ശിക്ഷിച്ചിട്ടുള്ള ഏതെങ്കിലും കക്ഷികൾ അവൾക്കെതിരെ ഒപ്പിച്ചിട്ടുള്ള നാടകമാണ് ആ തട്ടിക്കൊണ്ടുപോകൽ. എന്തിനാ? അവളെ കുരുക്കിലാക്കാൻ. ഇനിയൊരു പക്ഷേ ശത്രുക്കൾ തന്നെ ആണെങ്കിലോ ആ കുട്ടി അവളുടെ മുന്നിൽ എത്തിച്ചത്? ചേച്ചി, ഇത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവേ. നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ എന്താ? അതെങ്ങനെ? എല്ലാത്തിനുമേ ഒരു സമ്പ്രദായമുണ്ട്. മൂക്കിൻ തുമ്പത്ത് ശുണ്ടിയുമായി നാട് ഭരിക്കാൻ നടന്നാലേ ഇതിനപ്പുറവും സംഭവിക്കും. ലോകത്ത് വേറെയും കളക്ടർമാരുണ്ടല്ലോ, അവരാണെങ്കിൽ ഇങ്ങനുണ്ടോ? ചേച്ചി ഒരു സ്പെഷ്യൽ കളക്ടർ തന്നെയാ, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ആ കൊച്ചിന്റെ കാര്യത്തില് ഞാൻ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യില്ല. എങ്ങനെ നടത്തണമെന്നും ഭരിക്കണമെന്നൊക്കെ അവക്ക് നന്നായിട്ട് അറിയാം. അതിനുള്ള പഠിപ്പും വിവരമൊക്കെ അവക്കുണ്ട്. എന്നിട്ടാണോ ഇങ്ങനെ പറയാൻ കൊള്ളാത്ത കുടുക്കുകളിലൊക്കെ ചെന്ന് ഇടപെടുന്നത്? നല്ല ബുദ്ധി തോന്നിയാലേ അവരവർക്ക് തന്നെ കൊള്ളാം. നീ വന്നേ. ഞാൻ കൊടുത്തോളാം. ഫിഷ് ഫ്രൈ എടുത്തിട്ട് വാ. ഒന്നുകൂടെ ചൂടാക്കട്ടെ? ആയിക്കോട്ടെ. ദേ കണ്ടോ, ഭക്ഷണത്തിൽ കൈവച്ച അപ്പ ചെലക്കാൻ തുടങ്ങും ഒരു ഫോണ്. ഓ, അവള് പിന്നെ കഴിച്ചോളും. അല്ലെങ്കിലും അവക്ക് ഈ ചോറൊന്നും വേണ്ടല്ലോ, നൂഡിൽസ് മാത്രം മതി. ഫോൺ അവിടെ വെച്ചിട്ട് നിങ്ങളിത് കഴിക്കേ. അല്പം കഴിഞ്ഞ് കഴിക്കാം, നല്ല വിശപ്പായില്ല. എന്താ വിശേഷം? മനസ്സിന് ഒരു സ്വസ്ഥതയില്ല. എന്താ പ്രശ്നം? സാന്ദ്രയുടെ സംരക്ഷണയിലുള്ള കുഞ്ഞിനെ ആരൊക്കെയോ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് കേൾക്കുന്നു. അതൊക്കെ വെറുതെ തോന്നുക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ ജോലി സ്ഥലത്ത് കാര്യങ്ങൾ നടത്തി കിട്ടാത്തതിനെ ആരെങ്കിലും പകപോക്കുന്നതായിരിക്കോ? അവളുടെ ഉദ്യോഗത്തിനും ജീവനും വരെ ഭീഷണിയുണ്ട്. ആപത്ത് വല്ലതും സംഭവിക്കുമെന്ന് എനിക്ക് പേടി തോന്നുക. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഉടനെ ചെയ്യണം. എന്റെ ജീവനേക്കാൾ വലുതാ എനിക്ക് അവള്. അതങ്ങേക്കും അറിയാലോ.
എന്തെങ്കിലും സംഭവിച്ചു പോയാ എനിക്കത് താങ്ങാൻ കഴിയില്ല. വിഷമിക്കണ്ട. എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. ആഹാ, എന്താ നിർത്തിക്കളഞ്ഞത്? ഞാൻ കേൾക്കുന്നുള്ള പേടിയുണ്ടെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. ഏയ്, എനിക്കെന്തിനാ പേടി? അല്ലെങ്കിൽ പിന്നെന്തിനാ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ കട്ട് ചെയ്തത്? പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് കട്ട് ചെയ്തു. എപ്പോ നോക്കിയാലും ഒളിച്ചിരുന്നുള്ള ഫോൺ വിളിയും അടക്കി പിടിച്ചുള്ള സംസാരവും. ഞാനൊന്നും അറിയുന്നില്ല എന്ന് വിചാരിക്കണ്ട. നീ എന്താ അറിഞ്ഞത്? ഒന്നുകിൽ തകൃതിയായ ഫോൺ വിളി, അല്ലെങ്കിൽ ഓഫീസിൽ തിരക്കോട് തിരക്ക്. ഇതിനിടയിലെ ഇങ്ങനൊരു പെമ്പർനോത്തി മോളുണ്ടെന്നുള്ള വിചാരം പോലും നിങ്ങൾക്കില്ലല്ലോ. നീ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ ഒരു കാര്യവും എന്നോട് ഷെയർ ചെയ്യുന്നില്ല. നിങ്ങൾക്കെല്ലാം രഹസ്യങ്ങളല്ലേ? ഇപ്പൊ നിങ്ങൾ ഒളിച്ചു നിന്ന് സംസാരിച്ചല്ലോ, അതെന്താ പ്രശ്നം? പറയൂ. ഞാൻ എവിടെ ഒളിച്ചത്? ഞാനിവിടെ നിൽക്കല്ലേ. നിങ്ങൾ ഫോൺ മറച്ചു പിടിക്കുന്നത് ഞാൻ കണ്ടല്ലോ. ഞാനേ വല്ലയിടത്തുനിന്നും കേറി വന്നവളല്ല. എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണം. ദാമ്പത്യ ജീവിതത്തിൽ ഒളിച്ചുകളി അത്ര നല്ലതല്ല, ഞാൻ പറഞ്ഞേക്കാം. വളരെ പേഴ്സണൽ ആയ കാര്യമാണ് ഞാൻ സംസാരിച്ചത്. എന്ത് പേഴ്സണൽ? ഞാനും കൂടി അറിയട്ടെ. പേഴ്സണൽ എന്ന് വെച്ചാ ഓഫീസ് കാര്യമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റില്ല. എന്താ പറ്റാത്തെ? മുമ്പൊക്കെ എല്ലാം എന്നോട് പറയുമായിരുന്നല്ലോ. ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം എങ്ങനെ ഉണ്ടായി? നിങ്ങൾക്ക് വേറെ ഭാര്യമാരുണ്ടോ? അതെനിക്ക് സംശയമുണ്ട്. വിവരക്കേട് വിളമ്പിയാലുണ്ടല്ലോ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഒരു സംശയക്കാരി വന്നിരിക്കുന്നു. വിവരവും വിവേകവും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത നിനക്ക് മനുഷ്യന്റെ മനസമാധാനം തകർക്കാനല്ലാതെ വല്ലതും അറിയോ? കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ പൊയ്ക്കോണം എന്റെ മുമ്പിൽ നിന്ന്. മുമ്പിൽ തന്നെ പോകാൻ പറ്റൂ? ഈ വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ലല്ലോ. ഇല്ലല്ലോ. നിങ്ങൾ നിർത്തുന്നുണ്ടോ? മനുഷ്യന്റെ മനസ്സമാധാനായിട്ട് വായിക്കാനും സമ്മതിക്കില്ല. എപ്പ നോക്കിയാലും തുടങ്ങിക്കോളൂ രണ്ടെണ്ണം കൂടെ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ പ്ലീസ്. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എവിടേക്കാ വരേണ്ടതെന്ന്. സബ് കളക്ടേഴ്സ് ഓഫീസിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് മാഡം ഇവിടെ ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്ന്. അങ്ങനൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ചിലവഴിച്ചത്. ഒരു സംഗതിയുടെ ഗൗരവം നിങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്തുകയാവാലോ. വെറുതെ ഒരു അനാഥയെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഒരുപാട് പേർക്ക് അവളെ ആവശ്യം കാണും. എന്നാൽ ആർക്കും അവളെ വേണ്ടതാനും. വളരെ ദുരൂഹത തോന്നുന്ന ഒരു അവസ്ഥയാണ് ആ കുട്ടിയുടേത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ കുട്ടിയുടെ കാര്യം. അതെ. വാർത്തയും പരസ്യവും കൊടുത്തിട്ടും സംരക്ഷണത്തിനായി ബന്ധുക്കൾ ആരും എത്തിയിട്ടില്ല. പക്ഷെ അവളെ തട്ടിക്കൊണ്ടുപോകാനായി ചിലർ ശ്രമിക്കുകയും ചെയ്തു. അല്ല മാഡം, കുട്ടിയെ തട്ടിയെടുക്കാൻ ഒരു ശ്രമം നടന്നു എന്ന് പറഞ്ഞല്ലോ. അതിനർത്ഥം കുട്ടിയെ ആവശ്യമുള്ളവരുണ്ട് എന്നല്ലേ? അതിനുണ്ട് ന്യായീകരണം. ഒരുപാട് സ്വത്തിന്റെ അവകാശിയായിരിക്കാം ഈ കുട്ടി. അതറിയാവുന്ന തൽപര കക്ഷികളായ ബന്ധുക്കൾ ആരെങ്കിലും വളഞ്ഞ വഴിയിലൂടെ അവളെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നു. ആ സാഹചര്യവും നമ്മൾ കണക്കിലെടുത്തേ പറ്റൂ. എന്തായാലും ഈ കുട്ടിയുടെ പിന്നിൽ ഒരു മിസ്റ്ററി ഉണ്ട്. ശരിയാ, കേട്ടെടുത്തോളം ദുരൂഹത തോന്നുന്നു. കുട്ടിയെ ഹോസ്പിറ്റൽ സംരക്ഷിക്കുന്നത് പ്രാക്ടിക്കൽ അല്ല. കുട്ടിയെ ഞങ്ങൾ ഏറ്റെടുക്കാം, അതാണല്ലോ വേണ്ടത്. അവിടെയും കുഞ്ഞ് സുരക്ഷിതയായിരിക്കുമെന്ന് എങ്ങനെ ഉറപ്പു പറയാൻ പറ്റും? മാഡം എന്താ ഉദ്ദേശിക്കുന്നത്? കുട്ടിക്ക് പ്രത്യേകമായുള്ള സെക്യൂരിറ്റി ആവശ്യമാണ്. പോലീസുകാരെ അവിടെ ഡ്യൂട്ടിക്കിടാം. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധാപൂർവമുള്ള സംരക്ഷണവും ഉത്തരവാദിത്വവും വേണം. ഈ കുട്ടിയുടെ കാര്യത്തിൽ പ്രത്യേകമായും.
മോളെ, എന്താ മോളെ, പേടിച്ചു പോയോ? അങ്കിള് മോളെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല. അങ്കിളിന് മോളെ ഇഷ്ടമാ. പിന്നെ അങ്കിള് സാന്ദ്രാന്റിയുടെ വേണ്ടപ്പെട്ട ആളാ. അങ്കിള് മോൾക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നെന്ന് നോക്കി. അങ്കിള് മോൾക്ക് വേണ്ടി മാത്രം വാങ്ങിയതാ. മിടുക്കിയാണ് കേട്ടോ. എന്താ മോളുടെ പേര്? മോളുടെ അച്ഛനും അമ്മയൊക്കെ എവിടെ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഓ, അതാണോ മോളുടെ അമ്മ? മോളെങ്ങനെയാ കാറിന് മുമ്പിൽ വന്ന് പെട്ടത്? വിഷമിക്കണ്ട കേട്ടോ. നാളെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും കൂടി ഉത്തരം പറയേണ്ടതാണല്ലോ. കുട്ടിയുടെ പുറകിൽ ആരോ ഉള്ളതുകൊണ്ട് പ്രത്യേക പോലീസ് സുരക്ഷ ഞാൻ ഏർപ്പാടാക്കാം. നിങ്ങളുടെയും ശ്രദ്ധ വേണം. ശരി മാഡം. മാഡം, ഒരു കാര്യം അറിയിക്കാനുണ്ട്. മാഡം, കുട്ടിയുടെ ബന്ധുക്കളാണെന്ന് തോന്നിക്കുന്ന 2 പേര് കുട്ടിയുടെ മുറിയിലെത്തിയിട്ടുണ്ട്. ഈ അങ്കിളിന് മനസ്സിലായോ? ഇതാണ് പയ്യങ്കിൾ. മോൾക്ക് എന്നെ ഇഷ്ടമായോ? പറ, എന്നെ ഇഷ്ടമായോ? ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അങ്കിൾ എന്തെല്ലാം വാങ്ങിത്തരുമെന്നറിയോ? ചോക്ലേറ്റ്, ടോയ്സ്, പിന്നെ മോള് പറയുന്നത് എന്തും. മോളെ, മോളുടെ അച്ഛന്റെ പേരെന്താ? പറ മോളെ, മോൾ എവിടുന്നാ വന്നത്? മോളെ, മോളുടെ അച്ഛന്റെ പേരെന്താ? നമുക്ക് ചോക്ലേറ്റ് വാങ്ങാൻ പോവാം. ഓഹോ, നിങ്ങളായിരുന്നോ? നിങ്ങൾ എന്തിനിവിടെ വന്നു? നിങ്ങളുടെ ആരെയായി കുട്ടി? ഈ കുട്ടിയുമായി എന്ത് ബന്ധമാണ് നിങ്ങൾക്കുള്ളത്? ഈ മുറിയിലേക്ക് വരാൻ ആരനുവദിച്ചു നിങ്ങളെ? ഞാൻ പോലീസിനെ വിളിക്കും. ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് നിങ്ങളല്ലേ? എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അറിയാം. എന്റെ നാട്ടിലെ കോടീശ്വരൻ, പണത്തിന്റെയും പ്രതാപത്തിന്റെയും പേരിൽ എന്ത് വൃത്തികേടുകളും ചെയ്യുന്നവൻ. പിന്നെ എന്റെ അച്ഛന്റെ ബോസ്. ഈ നിൽക്കുന്ന മനുഷ്യനെ പോലെ ഏറാൻ മൂളി നടന്ന അദ്ദേഹം നെഞ്ചു പൊട്ടിയാ മരിച്ചത്. അല്ല, നിങ്ങൾ കൊന്നതാ. അല്ല മാഡം, എന്റെ വിശ്വസ്തനായിരുന്നു അയാൾ. എനിക്കേറെ ഇഷ്ടമുള്ളയാൾ. മരണം സ്വാഭാവികം മാത്രമാണ്. ഒരു ഹാർട്ട് അറ്റാക്ക്. നിർത്ത്. മൈൻഡ് ഇറ്റ്. ഞാൻ തെളിയിക്കുമല്ല, തീർക്കും നിങ്ങളുടെ അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ.
ഈ പിഞ്ചു കുഞ്ഞുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്താ? എന്തിനാ ഇവളുടെ പിറകെ വന്നത്? പറ. മാഡം വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. കുട്ടിയെക്കുറിച്ച് ടി വിയിൽ ഒരു ന്യൂസ് കണ്ടു. അപ്പം തുടങ്ങിയതാ ഈ കുഞ്ഞിനെ ഒന്ന് കാണണമെന്നുള്ള മോഹം. ഒരപകടം പറ്റിയിട്ട് നാളിതുവരെയായിട്ട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റൊരു അപകടം പതിയിരിക്കാൻ സാധ്യതയുണ്ട്. അത് മാഡം ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാ. സബ് കളക്ടറാണ് ഉപദേശിക്കാൻ വന്നിരിക്കുന്നത്? അല്ല, ഇത്തരം കുട്ടികൾക്കായുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഞാൻ നടത്തുന്നുണ്ട്. ആരോരുമില്ലാത്ത അനാഥ ബാല്യങ്ങൾക്ക് ഒരു ജീവിതമുണ്ടാവാനും അവരെ പഠിപ്പിച്ച് മാഡത്തെ പോലെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ആക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു ട്രസ്റ്റ്. ഈ കുട്ടിയെ ആരും അന്വേഷിച്ചു വന്നില്ല എങ്കിൽ മാഡത്തിന് ആ ട്രസ്റ്റിൽ ഏൽപ്പിക്കാം. I say you get out. ഇറങ്ങിപ്പോടോ. ഞാനൊരു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റാ. എനിക്കറിയാം ഇവളെ എന്ത് ചെയ്യണോന്ന്, എവിടെ ഏൽപ്പിക്കണോന്ന്. സർക്കാരിന് അതിൻ്റെതായ സ്ഥാപനങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. ഇനി അതല്ല, അവിടെ നിങ്ങളെ പോലെയുള്ള കഴുകന്മാർ ചുറ്റി നടന്നാൽ ഏറ്റെടുക്കും ഞാൻ ഇവളെ എന്റെ സ്വന്തം മകളായിട്ട്. താങ്കൾക്ക് പോവാം. അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? ടിവിയിൽ ഒരു ഫ്ലാഷ് ന്യൂസ് വരും. പ്രമുഖ വ്യവസായി SM കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിന് അകത്തായി എന്നും പറഞ്ഞു. അയാളുടെ കൈകളാ ഈ കുഴപ്പങ്ങൾക്കൊക്കെ പിന്നിൽ. മനുഷ്യനെ ഉപദ്രവിക്കാൻ നടക്കുന്ന മനസാക്ഷിയില്ലാത്തവൻ. എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഇയാളെ. ഇയാളെയൊക്കെ ഒരിടത്ത് ഒതുക്കിയിരുത്താനും എനിക്കറിയാം. കുട്ടി സുരക്ഷിതയല്ലാന്ന് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് കുട്ടിയുടെ സംരക്ഷണാവകാശം ഞാൻ നേരിട്ട് ഏറ്റെടുക്കുകയാണ്. യഥാർത്ഥ അച്ഛനും അമ്മയും അവളെ തേടി എത്തുന്നത് വരെ. ഈ വീട് കണ്ടോ? ഇതാണ് ഇനി മുതൽ മാമാട്ടിയുടെ വീട്. ഇവിടെയാ ഇനി മാമാട്ടി താമസിക്കാൻ പോകുന്നത്. മാമാട്ടിക്ക് ഈ വീട് ഇഷ്ടായോ? ഇഷ്ടായി. എങ്കി വാ. ആരുടേതാണെന്നാ മോൾക്ക് തോന്നുന്നത്? ഇതൊക്കെ മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നോ? അതെ. എത്ര കാലമായി? കുറേ കാലമായി. എന്തിനാ ഇത്ര ഇവിടെ വച്ചേക്കുന്നേ? ഇന്ന് ബർത്ത്ഡേയാ?
ഇന്ന് മോളുടെ ബർത്ത്ഡേയാ. മോൾ ആദ്യമായിട്ട് ഇവിടെ വന്ന ദിവസമാണ് മോളുടെ ബർത്ത്ഡേ. എനിക്ക് സന്തോഷായി. എല്ലാ ബർത്ത്ഡേക്കും ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യുവോ? ചെയ്യും. എന്റെ കൂടെ എന്റെ മാമാട്ടി ഉള്ളിടത്തോളം കാലം ഇവിടെ എല്ലാം അലങ്കരിച്ച് നമ്മൾ ആഘോഷിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹായ്, താങ്ക് യു. മീനുട്ടി, സന്തോഷായോ? എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? ഞാൻ ഹാപ്പിയാ. ഇന്നെന്റെ ബർത്ത്ഡേയാ. മോളെ, ഞാൻ മോളോട് ചോദിക്കാൻ പോവാ. എന്താ ചോദിക്കാൻ പോകുന്നേ? സംശയങ്ങള്. എന്ത് സംശയങ്ങളാ? മോളുടെ പേരെന്താ? ശരി, മോളുടെ അച്ഛന്റെ പേരെന്താ? മോളുടെ പേരെന്താ? ശരി, മോളുടെ അച്ഛന്റെ പേരെന്താ? എങ്കിൽ അത് പോട്ടെ, അമ്മയുടെ പേരെന്താ? മോൾ എവിടുന്നാ വന്നത്? പറയൂ മോളെ, എന്താണെങ്കിലും പറയ. മോൾ ആരാ? മോളുടെ പേരെങ്കിലും പറഞ്ഞൂടെ? മാമാട്ടി. അതല്ലല്ലോ മോളുടെ ശരിക്കുള്ള പേര്. അച്ഛനിട്ട പേരാണോ അത്? അമ്മ ഇട്ട പേരാണോ? ഞാൻ മാമാട്ടിയാ. എങ്കി പറ, മാമാട്ടിയുടെ പേരെന്താ? മാമാട്ടി. കണ്ണോരം കാതോരം കരളേ നീയുണര്, മഞ്ചാടി മുറ്റത്ത് മകളെ നീ വളര്, മാനോടും മിഴിയോരം മുകിലോ മാറിവില്ലോ, തേനൂറും താരാട്ടിൽ തണലോ തേൻമൊഴിയോ, കണ്ണോരം കാതോരം കരളേ നീയുണര്, മഞ്ചാടി മുറ്റത്ത്